ചൈനയ്ക്ക് പിന്നാലെ തുർക്കി വാർത്താ മാധ്യമങ്ങൾക്കെതിരെയും തുർക്കിയുടെ വാർത്താ മാധ്യമങ്ങൾക്കെതിരെയും ഇന്ത്യയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. തുർക്കി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിനെ ഇന്ത്യയിൽ നിരോധിച്ചു. പാക് സ്പോൺസർ പ്രചാരണം നടത്തിയെന്നാണ് കണ്ടെത്തൽ. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ചൈനയും തുർക്കിയുമാണ് ഈ ഒരു അവസരത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് മുന്നോട്ട് വന്നിരുന്നത്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെയൊരു വിലക്ക് വന്നിരിക്കുന്നത്? TRT വേൾഡിന് വിലക്ക് കൽപ്പിച്ചതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പിന്നാലെ തന്നെ പല ഇത്തരത്തിലുള്ള ചൈനീസ് മാധ്യമങ്ങളും അതുപോലെ തന്നെ തുർക്കിയുടെ മാധ്യമങ്ങളും പാക് സ്പോൺസർ പ്രചാരണങ്ങൾ രാജ്യത്ത് അവരുടെ അക്കൗണ്ടുകളിലൂടെ പ്രചരിച്ചിരുന്നു. ഇത് കൃത്യമായി കണ്ടെത്തിയാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത്. അതിൽ ചൈനീസിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ ന്യൂസിനെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിന്റെ ഇന്ത്യയിലെ എക്സ് അക്കൗണ്ടിനും നിരോധിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തുർക്കിയുടെ വാർത്താ മാധ്യമങ്ങൾക്കെതിരെയും ഇന്ത്യയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. തുർക്കി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിനെ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ഈ മാധ്യമങ്ങൾ പാക് സ്പോൺസർ പ്രചാരണങ്ങൾ വ്യാപകമായ രീതിയിൽ അവരുടെ അക്കൗണ്ടുകളിലൂടെ ഇന്ത്യയിൽ പ്രചരിച്ചു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പല ഇത്തരത്തിലുള്ള വാർത്താ ഏജൻസികളുടെയും അതുപോലെ തന്നെ പത്ര മാധ്യമങ്ങളുടെയും എക്സ് അക്കൗണ്ടുകൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അച്യുതൻ, ഇപ്പോൾ ഈ പബ്ലിക് ബ്രോഡ്കാസ്റ്ററാണ് TRT വേൾഡ്. ഈ TRT വേൾഡിനെതിരെ മാത്രമാണോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്? മറ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പല ഹാൻഡിലുകളുമുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ തുർക്കിക്കെതിരെ? സ്മിത, ഈ നിലവിൽ തുർക്കിയിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ TRT വേൾഡിന് എതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ തുർക്കിയുടെ തന്നെ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുർക്കിയുടെയും ചൈനയുടെ തന്നെ കൂടുതൽ പത്രമാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ടുകളും അവരുടെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളും കൂടി പരിശോധിച്ച് വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചു വരുന്നത്. നിലവിൽ തുർക്കിയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ TRT വേൾഡിന് എതിരെയാണ് ഇപ്പോൾ ഇന്ത്യക്കകത്ത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിനെതിരെ അവരുടെ വാർത്താ ഏജൻസിക്കെതിരെയും ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വാർത്താ ഏജൻസികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാക് സ്പോൺസർ പ്രചാരണങ്ങൾ, പാക് അനുകൂല പ്രചാരണങ്ങൾ വ്യാപകമായ രീതിയിൽ ഈ അക്കൗണ്ടുകളിലൂടെ പ്രചരിച്ചു എന്നാണ് ഇവിടെ കണ്ടെത്തൽ.